നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അതിൽ നല്ല സന്തോഷമുണ്ട്. ഇനിയും നമ്മൾ ടൈം കിട്ടുമ്പോൾ ഈ ഒരു ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ടിപ്സ് എന്ന ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല, ഈ ബെറ്റാ ഫിഷ് അഥവാ ഈ ഫൈറ്റർ ഫിഷ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു മീനെ നമ്മൾ ഇന്ന് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പോവാണ്. നമ്മൾ അടുത്തുള്ള ഒരു അക്വേറിയത്തിൽ പോയിട്ടൊരു മെയിലിനെ ഫീമെയിലിനെ മേടിച്ചിട്ടുണ്ട്. ഒന്ന് കാണിച്ചു തരാം. ഇതാണ് മെയില്. പുള്ളിക്കാരൻ നല്ല ആക്റ്റീവ് ആയിരുന്നു, കാണാനും നല്ല രസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അക്വേറിയത്തിൽ പോയപ്പം ഈ മെയിലിനെ തന്നെ ചൂസ് ചെയ്തത്. ഇതെന്ത് മൂണാ, ചിലർ ഹാഫ് മൂണെന്നോ ഫുൾ മൂണെന്നൊക്കെ പറയും, നമുക്കറിയില്ല. അതുകൊണ്ട് പുള്ളിക്കാരൻ നല്ല ആക്റ്റീവ് ആയിരുന്നു. അതുകൊണ്ട് പുള്ളിക്കാരൻ നമ്മൾ മേടിച്ചു. ഇതിനടുത്ത് നമ്മൾ ഫീമെയിലിനെ ഒന്ന് കാണിച്ചു തരാം. ഫീമെയില് നമ്മൾ കളർ നോക്കിയിട്ടൊന്നല്ല മേടിച്ചത്. പുള്ളിക്കാരിയുടെ കിടപ്പുണ്ട്. കളർ നോക്കിയിട്ടൊന്നല്ല നമ്മൾ ഈ ഒരു ഫീമെയിലിനെ മേടിച്ചത്, കാണാൻ പറ്റില്ലല്ലേ. അപ്പം നല്ല ആക്റ്റീവ് ആയിരുന്നു. കൂടാതെ അതിന് വലിപ്പം ഉണ്ടായിരുന്നു. അപ്പൊ അത് നോക്കിയിട്ടാണ് നമ്മൾ മേടിച്ചത്. അപ്പൊ നമ്മളിനി എപ്പ മേടിച്ചാലും, ഇപ്പൊ അക്വേറിയത്തിൽ പോയിട്ട് എന്ത് മീനെ മേടിച്ചാലും ഈ ഫൈറ്റർ ഫിഷിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ മേടിക്കുമ്പോൾ നല്ല ഈ ആക്റ്റീവ് ആയിട്ടുള്ള മീനെന്ന് വെച്ചാല്, നമ്മളിപ്പോ അക്വേറിയത്തിൽ കയറാൻ നമ്മളത് ആ ഗ്ലാസ്സിൽ തട്ടുമ്പോൾ തന്നെ ഇത് കിടന്ന് ഓടുന്ന മീനുണ്ട്. അല്ല നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നല്ല ഫൈറ്റിങ്ങിന് വേണ്ടി ചെകിളയൊക്കെ ഒരിച്ചിട്ടിരിക്കുന്ന നല്ല മീനുണ്ട്. അപ്പം അതാണൊക്കെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള മീനെ മേടിക്കുക. ഫീമെയിലിനെ മെയിലിനെ മേടിക്കുക. അപ്പം ഈ ഫീമെയിലും മെയിലിനെക്കാട്ടി ഒരിക്കലും പ്രായം കൂടുതലും എന്ന് വെച്ചാൽ ഈ സൈസും ഒന്നും വലുതൊന്നും ആവലും. മെയില് തന്നെ നല്ല രീതിയിൽ വലുതായിട്ട് എടുക്കുക, ഫീമെയിലിനെ ചെറിയൊരു ഫീമെയിലായിട്ട് എടുക്കുക. അത്യാവശ്യം നല്ലൊരു മീഡിയം ഫീമെയിലിനെ എടുക്കുക. അപ്പം നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി. അപ്പോഴത്തേക്കിന് നമുക്കിനി ബ്രീഡിങ്ങിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാണക്കത്തെ പാത്രമോ ബേസിനോ എന്തെങ്കിലും ഒന്ന് എടുക്കുക. ഇതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അത്യാവശ്യം ഇതാണക്കത്തൊരു പാത്രം എടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ഏകദേശം നമ്മുടെ ചൂണ്ടുവിരലിൻ്റെ അത്രയും ഭാഗത്തിന് വെള്ളം ഒഴിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണെങ്കിൽ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് വെച്ചിട്ട് എടുക്കുക. നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ ചെറുതെടുക്കുക, അല്ലെങ്കിൽ വലുതാണെങ്കിൽ വലുതെടുക്കുക. അപ്പം നമ്മൾ കടയിൽ പാലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഒരു ബോക്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ കുഴപ്പമില്ല, വലുതാണെങ്കിൽ അത്രയും നല്ലത്. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മളൊരു ആ ഒരു ബോക്സിൻ്റെ അരഭാഗം വെള്ളം എടുക്കുക. കറക്റ്റ് വന്നാൽ 2-3 ഇഞ്ച് വെള്ളം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പ്ലാന്റ്സ് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ ഹൈഡ്രല ഇട്ട് കൊടുക്കുന്നത്, നിങ്ങളിൽ ഹൈഡ്രല ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പം ഉള്ളത് വെച്ചിട്ട് കൊടുക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ മെയിലിനെ ഇതിൻ്റെ അകത്തേക്ക് തുറന്നു വിടുകയാണ്. അപ്പം പുള്ളിക്കാരൻ്റെ ടെമ്പറേച്ചറൊന്നും കറക്റ്റാക്കാൻ നമ്മൾ വെച്ചില്ല, കുറേ നേരെ കൊണ്ടുവന്ന് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പം കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ടൈമൊക്കെ എടുത്ത് വിടാൻ ശ്രമിക്കുക. ഈ വീഡിയോ കാണുന്ന പോലെ നിങ്ങൾ ടൈമൊക്കെ എടുത്തിടാൻ ശ്രമിക്കുക. അപ്പോൾ പുള്ളിക്കാരൻ അതിൻ്റെ അകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അതിനുശേഷം മെയിലിനെ ഇറക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ ഇതാണൊക്കെ വീഡിയോ കാണുന്ന പോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുക്കുക. ഓക്കെ, നമ്മൾ സ്നാക്സ് കഴിക്കുന്നതിൻ്റെ ആ ഒരു കവറില്ല, അതിൻ്റെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുക്കുക. ഇപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വെട്ടാം, സ്ക്വയറിലോ സർക്കിളിലോ എങ്ങനെയാണെങ്കിലും വെട്ടാം. അതിനുശേഷം നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫൈറ്ററോ അല്ലെങ്കിൽ ബെറ്റാ ഫിഷ് ബബിൾ നെസ്റ്റ് ഇടുമ്പോഴത്തേക്കിന് ഏതെങ്കിലും ഒരു മൂലയൊക്കെ ആയിരിക്കും ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷീറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്ര നല്ലതായിരിക്കും. ഇതിൻ്റെ അടിക്കായിരിക്കും ഈ ബബിൾ നെസ്റ്റ് ഒക്കെ ഇടുന്നത്. അപ്പം നമ്മൾ ഇത് പ്ലാസ്റ്റിക് എടുത്ത കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതാണെങ്കിൽ ഒരു വീഡിയോ ചെയ്യല്ലേ, അപ്പം എൻ്റെ അത് ബബിൾ നെസ്റ്റ് ഇട്ടോ എഗ് ചെയ്തോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടേ. അപ്പം നിങ്ങൾക്ക് ഇല ഇടുന്നവരുണ്ട്, ഇല ഇടുന്നവർക്ക് ഇല ഇടാം. നമ്മൾ ഈ മരത്തിൻ്റെ ഇലയൊക്കെ ഉണ്ടല്ലോ അത്. അപ്പം കുറച്ച് നേരത്തിന് ശേഷം പുള്ളിക്കാരൻ എൻ്റെ അടിയിൽ തന്നെ. അപ്പോൾ നമ്മളിനി ഫീമെയിലിൻ്റെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ആ പുറത്തുനിന്ന് മേടിച്ച ഉടനെ തന്നെ നമ്മൾ ഈ ഒരു ഫീമെയിലിന് നമ്മുടെ ടെമ്പറേച്ചർ അഡപ്റ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ടാങ്കിലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ ടാങ്കിലെ വെള്ളമാണ് നമ്മളെ ബ്രീഡിംഗ് ബോക്സിലേക്ക് നമ്മൾ ഒഴിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ ടെമ്പറേച്ചറൊക്കെ കറക്റ്റായി കാണും. ഒരു 10-15 മിനിറ്റിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഫീമെയിലിനെ എടുക്കുന്നത്. വെള്ളം ഇത്തിരി ഓവറായി, കാര്യം നമ്മൾ ആ ഒരു ഫീമെയിലിനെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടാണ് നമുക്കിനി ആ ബ്രീഡിംഗ് ബോക്സിലേക്ക് ഒഴിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അതിനെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, പുള്ളിക്കാരത്തിൽ നല്ല ആക്റ്റീവാണ്. നമ്മുടെ ഫീമെയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ആക്റ്റീവാണ്. കൂടാതെ തന്നെ എനിക്ക് തോന്നുന്നു വീഡിയോ കാണുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ചെറുതായിട്ട് തോന്നുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു, അത്യാവശ്യം ഒരു മീഡിയം വലിപ്പമുള്ളൊരു ഫീമെയിൽ തന്നെയാണ്. ഇനി നമുക്ക് ഫീമെയിലിനെ നമ്മുടെ ബ്രീഡിംഗ് ബോക്സിലേക്ക് ഇറക്കി വെക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആ വെച്ച ഒരു പ്ലാസ്റ്റിക് ഷീറ്റില്ലേ, നമ്മുടെ ബബിൾ നെസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ച ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് നമ്മളൊരു മൂലക്കോട്ട് എടുത്ത് വെക്കുക. അതായിരിക്കും ഏറ്റവും നല്ല സേഫ്റ്റി. എന്നിട്ട് ഗ്ലാസ് ഇത്തിരി ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ച് വെക്കും. ഇപ്പോൾ നമ്മൾ അടുത്ത് ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ചെയ്യാത്തത്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം, ഇറക്കി ഉടനെ തന്നെയാണ് മെയിൽ ഫീമെയിലിനെ നല്ല രീതിയിൽ ചേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിനി ഇതിനിവിടെ വെച്ചിട്ട് ഇനി നമുക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ട് കാണാം.
അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ദിവസം രാവിലെ ഒന്ന് നോക്കിയപ്പോഴാണ് കുറേ കുഞ്ഞുങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ കുറച്ചിങ്ങനെ നിൽപ്പുണ്ട്. ബബിൾ നെസ്റ്റൊക്കെ അടുത്ത് കിടപ്പുണ്ട്. അപ്പോൾ വീഡിയോ കാണാൻ പറ്റുമെന്ന് അറിയില്ല, കുറച്ച് കുഞ്ഞുങ്ങൾക്ക് അവിടെ ഇപ്പം നിൽപ്പുണ്ട്. അപ്പം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു മെത്തേഡാണ്. 100% റിസൾട്ടും കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. വേണമെങ്കിൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മളൊരു ബ്രീഡിംഗ് കേജ് എടുക്കുക. അതിൽ ആദ്യമേ മെയിലിനെ ഇറക്കി ഇടുക. മെയിലിനെ ഇറക്കിയിട്ടതിന് ശേഷം നമ്മൾ ഫീമെയിലിനെ ഒരു ഗ്ലാസിൻ്റെ അകത്താക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇറക്കി വെക്കുക. അന്നേ ദിവസം വൈകുന്നേരം തന്നെ നമ്മൾ ഫീമെയിൽ അതിൻ്റെ അകത്തേക്ക് ഇറക്കി ഇടുക. അതിനുശേഷം പിറ്റേ ദിവസം ഒന്ന് നോക്കുക ബബിൾ നെസ്റ്റൊക്കെ കിട്ടുമോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഞങ്ങൾ മൂന്നാമത്തെ ദിവസം രാവിലെ എടുത്തപ്പോഴാണ് കണ്ടില്ലേ കുറേ കുഞ്ഞുങ്ങളുണ്ട്. ഇനിയും കുറേയൊക്കെ വിരിയാനുണ്ട്. ഇനിയും കുറേയൊക്കെ നമ്മൾ എഗ്ഗിൽ നിന്ന് കുറേ കുഞ്ഞുങ്ങൾ വരാനുണ്ട്. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടു, നിങ്ങൾ ഇത് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കിന് ആദ്യമേ ഈ ബ്രീഡിങ്ങിൻ്റെ ഇത് ചെയ്യുമ്പോഴത്തേക്കിന് ആദ്യമേ നിങ്ങൾ ഈ ബദാമിൻ്റെ ഇലയൊക്കെ ഉണ്ടല്ലോ, ബദാമിൻ്റെ ഇല, ഇൻഫസോറിയ, ആർട്ടീം എന്നൊക്കെ പറയില്ലേ, അതൊക്കെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. കാര്യം കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ഇതിനെയൊക്കെ നല്ല രീതിയിൽ കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളിതൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. കണ്ടില്ലേ ഇപ്പോൾ കുറച്ചിങ്ങനെ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. കുറച്ചൊക്കെ ആ മൂലയ്ക്കൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട് നമ്മുടെ ബെറ്റയുടെ കുഞ്ഞുങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ ഫീമെയിലിൻ്റെ അടുത്തോട്ട് കിടക്കാം. ഫീമെയിൽ ബ്രീഡിങ് കഴിഞ്ഞതിന് ശേഷം നല്ല ആക്റ്റീവാണ്. വലിയ ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ ചെറുതായിട്ടൊരു അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഫീമെയിൽ നല്ല ഡാമേജ് പറ്റുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ പരലുപ്പില്ലേ, അതൊരു പരലുപ്പിത്തിൽ ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. ഡാമേജൊക്കെ മാറാൻ സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ പുറത്ത് കാണുന്ന ബെല്ലിങ്ങനെ എനേബിൾ ചെയ്യുക. എന്നാലേ ഞങ്ങളിടുന്ന ഓരോരോ വീഡിയോസ് നിങ്ങൾക്ക് പുതിയതായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ. പിന്നെ കാര്യം വിട്ട് നമ്മൾ ഇനിയൊരു അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മളെ ബെറ്റ കുഞ്ഞുങ്ങളെ എങ്ങനെ ഫുഡ് ഫീഡ് ചെയ്യാന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പം ആ വീഡിയോ മിസ്സാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ പുറത്ത് കാണുന്ന ബെല്ലിങ്ങനെ എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പം ശരി, ടേക്ക് കെയർ, ബൈ.